ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോൺ വെജുകാരുടെ പ്രിയപ്പെട്ട കറിയാണ് താറാവ് കറി. താറാവ് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ താറാവ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാലകളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 1 കിലോഗ്രാം അളവിൽ താറാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ച 2 ചെറിയ തക്കാളി, 2 വലിയ സബോള, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നടുക്കീറിയതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത മസാല, പിന്നെ പാകത്തിന് ഉപ്പും. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ഉപ്പ് നോക്കി കറക്റ്റാക്കി കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചേർത്തിളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി 2 പുതിനയിലയും 1/2 കപ്പ് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലുമാക്കി വേവിച്ചെടുക്കാം. പിന്നെ താറാവിറച്ചിയുടെയും കുക്കറിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് വിസിലിൽ മാറ്റം ഉണ്ടാകാം. അത് കണക്കാക്കി വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ 5 വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ താറാവിറച്ചി നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കി ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ചെറിയ പീസ് കറുകാപ്പട്ട, 1 തക്കോലം, 2 ഏലക്കായ, 2 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത 1/2 കപ്പ് ചെറിയുള്ളിയും 6 വെളുത്തുള്ളി എന്നിവ ചേർത്തിളക്കി വഴറ്റിയെടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തിളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിയുടെ റോ ഫ്ലേവർ മാറി വന്നാൽ വേവിച്ചു വെച്ച താറാവിറച്ചി ചേർത്ത് കൊടുക്കാം. താറാവിറച്ചി മുഴുവനായും ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചേർത്തിളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ രീതിയിലുള്ള താറാവ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.